Hello dears, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 8 മാത്സിലെ പേജ് നമ്പർ 29 ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻ ദ പിക്ചർ O is the center of the circle and A, B, C, D are points on circle. Are the lines A, B and C, D equal? Why? എന്താണ് ഈ ചിത്രത്തിൽ O എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. ഓക്കെ, പിന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലുള്ളൊരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയും സി ഡിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എ ബി ഏതാ? എ ബി ഏതാ? ഇത് എ ബിയും സി ഡിയും, സി ഡി എന്ന് പറഞ്ഞാൽ ഇതാ ഇത് അല്ലേ, ഇത് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് നമ്മൾ തെളിയിക്കണം അല്ലേ? ചിത്രത്തിൽ O വൃത്തത്തിൻ്റെ കേന്ദ്രവും എ ബി സി ഡി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് അല്ലേ. എ ബി സി ഡി രണ്ട് വരകൾ, എ ബിയും സി ഡി എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ O എന്ന് പറയുന്നത് ഇത് അല്ലേ, ഇത് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? എ ബി സി ഡി ഇതാ എ ബി, പിന്നെന്താ സി ഡി അല്ലേ. ഈ 4 പോയിന്റ് എന്താണ്? സർക്കിളിലാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ഇനി എ ബി എന്ന് പറഞ്ഞാൽ ഈ ലൈന് അല്ലേ, എ ബി എന്ന് പറഞ്ഞാൽ ഈ ലൈനും ഇതാ എ ബി എന്ന് പറഞ്ഞാൽ ഈ ലൈനും അതുപോലെ സി ഡി എന്ന് പറഞ്ഞാൽ ഈ ലൈനും എന്താണ്? ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ തെളിയിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇവിടെ ഈ ഓൻ്റെ അടുത്തുള്ള എന്താണ്? ആംഗിൾ എ ഒ ബി എന്താണ്? 80 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ആംഗിൾ സി ഒ ഡി എന്താണ്? 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ രണ്ട് ഇത് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ അല്ലേ. രണ്ട് ട്രയാങ്കിൾ ആണല്ലോ അല്ലേ. ആ രണ്ട് ട്രയാങ്കിളിലെ ഒരു ആംഗിൾ, രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കാണല്ലോ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണല്ലോ അല്ലേ. ഇത് റേഡിയസ് ആണ്, അതുപോലെ എന്താണ്? ഇത് റേഡിയസ് ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ റേഡിയസ് ആയതുകൊണ്ട്. ഈ ട്രയാങ്കിളിലുള്ള എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലേ. അതുപോലെ ഈ ട്രയാങ്കിളിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് അല്ലേ, ഒ എ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും ഒ എ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, അതുപോലെ ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എന്താണ്? ഈക്വൽ ആണല്ലോ അല്ലേ. ഈക്വൽ ആണ്, കാരണം എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ, രണ്ട് റേഡിയസ്. അപ്പോൾ ഈ ട്രയാങ്കിളിലുള്ള എന്താണ്? രണ്ട് സൈഡ് അല്ലേ, അതായത് ഒ ബിയും ഒ എയും അതുപോലെ മറ്റേ ട്രയാങ്കിളുള്ള ഒ സിയും ഒ ഡിയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? എന്താണ്? സൈഡിൻ്റെ രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ആംഗിള് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അത് ഏതാണ്? SAS തിയറം അല്ലേ. രണ്ട് സൈഡ് അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഈ എ ബിയും സി ഡി മൂന്നാമത്തെ സൈഡ്, ഈ എ ഒ ബി ട്രയാങ്കിളിലും അതുപോലെ ട്രയാങ്കിൾ സി ഒ ഡിയിലും മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നതാണ്. ഇതിൽ എ ബിയും അതുപോലെ ഇതിൽ സി ഡി അല്ലേ, അപ്പോൾ ഈക്വൽ അല്ലേ. അപ്പോൾ മറ്റേ രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്, രണ്ട് ട്രയാങ്കിളും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നാമത്തെ സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ആംഗിളുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡുകൾ എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ SAS തിയറം വെച്ച് നമുക്കത് പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ എങ്ങനെ ഇങ്ങനെ എഴുതുക? അപ്പോൾ അതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കി വെക്കണം എന്ത്? 3 ഇതുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? SS തിയറം അല്ലേ. 3 സൈഡും ഈക്വൽ ആയാൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്നും, അതുപോലെ എന്താണ്? ഒരു ആംഗിളും, അതായത് രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്താണ്? രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പഠിച്ചു വെക്കുക. അതുപോലെ എന്താണ്? രണ്ട് ആംഗിളും അതിൻ്റെ ഇടയിലുള്ള സൈഡ് അല്ലേ, അത് എന്താണ്? ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ സൈഡും അതായത് എന്താണ്? രണ്ട് ആംഗിൾ അതിൻ്റെ ഇടയിലുള്ള സൈഡ്, അതായത് ഒരു സൈഡിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതെ. അങ്ങനെ എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാതാ, ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ. ആദ്യം ചിത്രം വരയ്ക്കുക, എന്നിട്ട് എന്താണ്? ഇതാ റേഡിയസ് അല്ലേ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ അല്ലേ, എ ബി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളും ആംഗിൾ സി ഒ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ, സി ഡി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളും. അതിലെന്താണ്? ആംഗിൾ എ ഒ ബിയും ആംഗിൾ സി ഒ ഡി എന്താണ്? 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഒ എയും പിന്നെന്താണ്? ഒ സിയും ഈക്വൽ ആണ്, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ അല്ലേ. പിന്നെന്താണ്? ഒ ബിയും ഒ ഡി എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അതെന്താ? റേഡിയസ് ഓഫ് സെയിം സർക്കിൾ അല്ലേ. ഇനി എന്താണ്? ട്രയാങ്കിൾ എ ബി ഒയും അതുപോലെ ട്രയാങ്കിൾ സി ഡി ഒയും ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. അതുകൊണ്ട് പിന്നെന്താണ്? എ ബി ഈക്വൽ ടു സി ഡി ആണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ പിക്ചർ O is the center of the circle and A, B, C are points on circle.
Angle AOB and angle AOC are equal. Are the lines AB and AC equal? Why? എന്താണ് പറയുക? ഈ ചിത്രത്തിൽ O എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ സെൻറ്റർ ആണ് അല്ലേ? എന്താണ്? ABC എന്താണ്? സർക്കിളിൻ്റെ പോയിന്റ് ആണ്. ആംഗിൾ AOBയും AOCയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ആണെങ്കിൽ ABയും ACയും ഈക്വൽ ആണോ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചു അല്ലേ? ചിത്രത്തിൽ O വൃത്തത്തിൻ്റെ കേന്ദ്രവും ABC എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് അല്ലേ? ഇനി എന്താണ്? ആംഗിൾ AOBയും ആംഗിൾ AOC കോണുകൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ABയും AC വരകൾക്കും ഒരേ നീളമാണോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, AOB എന്ന് പറഞ്ഞാൽ ഇതും എന്താണ്? ഒരേ ആംഗിളാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? രണ്ട് ട്രയാങ്കിൾ അല്ലേ? AOBയും AOCയും ആണ് അല്ലേ? അപ്പോൾ എന്താണ്? രണ്ട് ട്രയാങ്കിളുടെ ഒരു ആംഗിൾ ഈക്വലാന്ന് പറഞ്ഞേ. ഇനി എന്താണ് അടുത്തത് നോക്കുന്നത്? നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള എന്താണ്? ആരാണ്? റേഡിയസ് ആണ് അല്ലേ? അപ്പോൾ ഇത് ഈക്വൽ അല്ലേ? ഈ ട്രയാങ്കിളുടെ AOB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളുടെ ഈ സൈഡും അതുപോലെ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളുടെ AO എന്ന് പറഞ്ഞ ഈ എന്താണ്? സൈഡ് ഈക്വൽ അല്ലേ? കാരണം എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? സർക്കിളിൻ്റെ ആരാണ് അല്ലേ? വൃത്തത്തിൻ്റെ ആരാണ് എന്ത്? BOയും OAയും. ഓക്കെ, ഇനി അതേപോലെ മറ്റേ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. മറ്റേ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താണ്? AOC ആണല്ലോ. അതിൽ AOയും OCയും ഈക്വൽ അല്ലേ? ആണ് അല്ലേ? കണ്ടോ, ഇത് രണ്ടും എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അല്ലേ AOC എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ OCയും OAയും എന്താണ്? ഈക്വൽ ആണ്. കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? അതിൻ്റെ അതുപോലെ മറ്റേ ട്രയാങ്കിൾ AOB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ AOയും OBയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താ? രണ്ടും റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? ഇനി രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണല്ലോ. ഈ AOB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അതുപോലെ ട്രയാങ്കിൾ AOC എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുടെ രണ്ട് സൈഡ് AOയും OC ഈക്വൽ ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് എടുക്കുക? ഏത് തിയറം എടുക്കുക? SAS തിയറം അല്ലേ? രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്താണ്? മൂന്നാമത്തെ സൈഡ് എന്താണ്? രണ്ട് ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? രണ്ട് സൈഡ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ സൈഡ് ആംഗിളിൻ്റെ എതിർവശത്തുള്ള ആംഗിൾ രണ്ട് ട്രയാങ്കിളിൽ എതിർവശത്തുള്ള സൈഡ് അല്ലേ? ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണ്? രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം? ABയും ACയും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? പറയാം അല്ലേ? അപ്പോൾ ഇനി എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. കണ്ടോ, ഇങ്ങനെ എഴുതുക. ഇൻ ട്രയാങ്കിൾ ABO ആൻഡ് ട്രയാങ്കിൾ ACO അല്ലേ? OB ഈക്വൽ ടു OC, റേഡിയസ് സെയിം സർക്കിൾ അല്ലേ? എന്താണ്? ഒരു സർക്കിളിൻ്റെ ഒരു എന്താണ്? വൃത്തത്തിൻ്റെ ആരം അല്ലേ? ആരങ്ങൾ. ഇനി OA ഈക്വൽ ടു OB നമുക്ക് കോമൺ സൈഡ് എന്നും പറയാം, അല്ലെങ്കിൽ റേഡിയസ് സെയിം സർക്കിൾ എന്ന് പറയാം അല്ലേ? ഈ ട്രയാങ്കിളുടെ കോമൺ സൈഡ് ആണല്ലോ AO അല്ലേ? അപ്പോൾ നമുക്ക് കോമൺ സൈഡ് എന്നും പറയാം, അല്ലെങ്കിൽ എന്താണ്? ഒരു വൃത്തത്തിൻ്റെ ആരങ്ങൾ എന്ന് പറയാം അല്ലേ? റേഡിയസ് സെയിം സർക്കിൾ. ഇനി എന്താണ്? ആംഗിൾ AOB എന്ന് പറഞ്ഞ ഈ ആംഗിളും AOC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളും ഈക്വൽ ആണ് തന്നിട്ടില്ലേ? ഗീവൺ എന്ന് പറഞ്ഞിട്ട്. ഇനി അതുകൊണ്ട് ട്രയാങ്കിൾ ABOയും ACOയും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ AB ഈക്വൽ ടു AC, സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ? സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. കണ്ടോ, ഈ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡുകളാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ എന്താണ് തെളിയിക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അതിൻ്റെ നിയമങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. ആ നിയമങ്ങളിലൂടെ തന്നെ തെളിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ തെളിയിച്ച ഇതേയിലൂടെ തന്നെ നിങ്ങൾക്ക് തെളിയിക്കണം എന്നില്ല, വേറെ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് തോന്നുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിലും ചെയ്യാം. എന്താണ് ആ ശരിയായുള്ള നമ്മൾ പഠിച്ച ആ മെത്തേഡുമായിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്? തെളിയിക്കുന്നത്. ഇപ്പോൾ പാരലൽ ആണെങ്കിൽ എന്താണ്? പാരലലായിട്ട് തെളിയിക്കണം നമുക്ക് അല്ലേ? എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിളൊക്കെ വെച്ചിട്ട് തെളിയിക്കുക. അതുപോലെ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ SAS SO എന്താണ് ASA അല്ലെങ്കിൽ SSS തിയറം അല്ലേ? മൂന്ന് സൈഡ് ഈക്വൽ ആണെങ്കിലുള്ള ഇത് അങ്ങനെയൊക്കെ വെച്ച് തെളിയിക്കുകയാണ് വേണ്ട. ഒക്കെ ഇങ്ങോട്ട് എഴുതുകയാണ് വേണ്ട കേട്ടോ. നമുക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതണം. ഓക്കെ, ബുക്കിലേക്ക് എഴുതണം. എന്നാലേ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് തോന്നുന്നു. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ടാണ് തോന്നുക അല്ലേ? പക്ഷേ നമുക്ക് എന്താക്കണം? നമുക്ക് മനസ്സിലായ മെത്തേഡ് നമ്മൾ പേപ്പറിലേക്ക് എഴുതണം കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്